എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. പ്രഭാത സമയം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം നിദ്രയിലായിരുന്നു. ആ നിദ്ര വിട്ട് നാം എഴുന്നേറ്റ് വരുന്നതായ സമയം വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. ഓരോ പ്രഭാതവും എത്രയോ മനോഹരമായിട്ടുള്ളതാണ്. ദൈവം എത്രമാത്രം മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പ്രഭാതത്തെ തന്നെ നോക്കുക. ഈ പ്രഭാതം ആരംഭിക്കുന്ന സമയമെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി പറയാൻ സാധ്യമല്ല. രാത്രിയിൽ 12 മണിക്ക് ശേഷം ദിവസം ആരംഭിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ പ്രഭാതത്തിൻ്റേതായിട്ടുള്ള പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ നാം കാണുന്നത് പ്രകാശം സാവധാനത്തിൽ പരക്കുന്നതോടുകൂടെയാണ്. വളരെ സാവധാനത്തിൽ ആ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ഇറ്റ്സ് ദ ട്രാൻസിഷൻ ഫ്രം ദ ഡാർക്ക്നെസ് ടു ലൈറ്റ്. അതാണ് പ്രഭാതം എന്ന് പറയുന്നത്. അത് വളരെ സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. എത്രയോ സാവധാനത്തിൽ. നാം പ്രഭാതത്തിൽ ഒരു 4:30-5 മണിയാകുമ്പോൾ ഒന്ന് ഉണർന്നിരുന്ന് ഈ പ്രഭാതത്തിൻ്റെ വ്യതിയാനങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് എത്രയോ സാവധാനത്തിലാണ് ഈ പ്രകാശം ഭൂമിയിലെങ്ങും പരക്കുന്നത് എന്നുള്ളത് കാണുവാൻ സാധിക്കും. അങ്ങനെ ഓരോ സെക്കൻഡും ഇടവിട്ട് ഈ പ്രകാശത്തിൻ്റെ വ്യതിയാനം സംഭവിക്കുമ്പോൾ വാസ്തവത്തിൽ അന്തരീക്ഷത്തിന് ആകമാനമുണ്ടാകുന്ന ഒരു വ്യതിയാനമായി അത് മാറുകയാണ്. അതിനെയാണ് വാസ്തവത്തിൽ ഉദയം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഭ്രമണം നിമിത്തം സൂര്യപ്രകാശം സാവധാനത്തിൽ ഭൂമിയിലേക്ക് വീഴുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ അർദ്ധഗോളത്തിൽ നാം പ്രഭാതം അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് നാം പാട്ട് പാടുന്നത്, അരുണൻ ഉദിച്ചുയർന്നീക്ഷിതി ദ്യോതിയാൽ വിളങ്ങിടുമ്പോൾ പരനേ എൻ്റെ അകമേ വെളിവരുൾക തിരുകൃപയാൽ. പരനേ എൻ്റെ അകമേ വെളിവരുൾക തിരുകൃപയാൽ. സൂര്യൻ ഉദിച്ചുയരുന്നതായ സമയം, ആ പൊൻകിരണങ്ങൾ ഭൂതലത്തിലെങ്ങും വ്യാപിക്കുമ്പോൾ സാവധാനത്തിൽ ഇരുട്ടങ്ങോട്ട് മാറിയിട്ട് എല്ലാ പ്രദേശവും പ്രകാശം നിറഞ്ഞ് മനോഹരമായ ഒരു അനുഭൂതി നമുക്ക് നൽകുന്ന ഈ പ്രഭാത സമയം എത്രയോ മനോഹരമായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇരുട്ട് സാവധാനത്തിൽ മാറി വരുന്നത് തന്നെ എത്രയോ മനോഹരമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് രാവിലെ സമയം ഏറ്റവും ആകർഷകമായിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ നല്ല മഞ്ഞ് കൂടെ ഉണ്ടാവും. ആ മഞ്ഞിൽ പ്രഭാതം കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാലാണ് അവിടെ മഞ്ഞുണ്ടാകുന്നത്. ചില സ്ഥലങ്ങൾ മലയിടുക്കുകളായിരിക്കാം, അവിടെ ആ മലമടക്കുകളുടെ മുകൾ ഭാഗത്ത് മഞ്ഞുണ്ടാകാം. ചില സ്ഥലങ്ങൾ പാടശേഖരങ്ങളായിരിക്കാം, അവിടെയും മഞ്ഞിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം. ഞങ്ങളുടെ അടുത്ത് ചരൽക്കുന്ന് എന്ന് പറയുന്നതായ ഒരു സ്ഥലമുണ്ട്. ഒരു ക്യാമ്പ് സെൻ്ററൊക്കെ അവിടെയുണ്ട്. മർത്തോമ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പ് സെൻ്ററാണ്. ആ പ്രദേശം ഒരു കുന്നിൻ മുകളിലാണ്. ആ കുന്നിൻ്റെ താഴ്വാരത്തും ആ കുന്നിൻ്റെ മുകൾ ഭാഗങ്ങളിലുമെല്ലാം മിക്ക ദിവസങ്ങളിലും നല്ല മഞ്ഞുണ്ടാകും. ആ പ്രദേശത്ത് മാത്രമേ അവിടെ മഞ്ഞ് കാണാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ പ്രദേശങ്ങളിലൊന്നും അങ്ങനെ മഞ്ഞ് സാധാരണയായി കാണാറില്ല. രാവിലെ സമയത്ത് ആ വഴിയായി യാത്ര ചെയ്തു പോകുമ്പോൾ നല്ല മഞ്ഞ് അവിടെ കാണാൻ സാധിക്കും. എത്രയോ മനോഹരമായൊരു കാഴ്ചയാണിത്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടതായ സ്ഥലമാണ് ഈ ഹൈറേഞ്ച് സ്ഥലങ്ങൾ. കാരണം അവിടുത്തെ മഞ്ഞിൻ്റെ സാന്നിധ്യം തന്നെ ഒരു വ്യത്യസ്തതയാണ്. നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരനുഭവമാണ് ഈ മഞ്ഞുള്ളതായ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ മൂന്നാറിൻ്റെ പ്രദേശങ്ങളിൽ, കൊടൈക്കനാൽ, ഊട്ടി എന്നീ സ്ഥലങ്ങളിലൊക്കെ നാം പോവുകയാണെങ്കിൽ
അവിടെ എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്നതായ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ വളരെയേറെ മനോഹരങ്ങളാണ്. പ്രത്യേകിച്ച് പ്രഭാത സമയങ്ങൾ വളരെ മനോഹരങ്ങളാണ്. നാം ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ മഞ്ഞുപാളികൾ നിമിത്തം ആ പ്രദേശങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഭാഗങ്ങൾ കാണുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമുക്ക് വലിയൊരു ആകാംക്ഷയുണ്ടാകുന്നു, അവിടെ എന്താണ്, ആ പ്രദേശം എങ്ങനെയായിരിക്കും, ഇതൊക്കെ കാണാനുള്ള ഒരു വലിയ ആകാംക്ഷ നമുക്കുണ്ടാകുന്നു. ആ ആകാംക്ഷയാണ് വാസ്തവത്തിൽ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത കൂട്ടുന്നത്. അങ്ങനെ മനോഹരങ്ങളായ ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇതെല്ലാം ഈ പ്രഭാത സമയത്ത് എത്രയോ മനോഹാരിത നൽകുന്നതായ കാഴ്ചകളാണ്. ഇനി നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് വന്നാൽ തന്നെ നാം സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചാൽ എത്രയോ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക. നമ്മുടെ സ്ഥലം നാം എപ്പോഴും കാണുന്നത് കൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ മനോഹാരിത പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. മറ്റൊരാൾ നമ്മുടെ സ്ഥലത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രദേശങ്ങളും എത്രയോ മനോഹരമാണ് എന്നുള്ളതും നമുക്ക് ചിന്തിക്കാൻ കഴിയുക. ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ചിന്തിച്ചതുപോലെ ഭൂമിയിലെ ഓരോ സ്ഥലങ്ങളും എടുത്താൽ ഏറ്റവും മനോഹരങ്ങളാണ്. മനുഷ്യനിർമ്മിതങ്ങളായ മനോഹാരിതയേക്കാൾ ഉപരിയായി ദൈവം നിർമ്മിച്ച ഭൂമിയുടെ തനതായ മനോഹാരിത ഏറ്റവും ആകർഷകമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആകാശത്തിലേക്ക് നോക്കുക. ആകാശത്തിൽ ദൈവം ഒരുക്കുന്ന വർണ്ണപ്രപഞ്ചം ചില സമയങ്ങളിൽ ദൃശ്യമാണ്. സാധാരണയായി നാം കാണാറുള്ള നീലാകാശത്തിൽ ചില ദിവസങ്ങളിൽ പ്രഭാത സമയത്ത്, ചില ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് വാരി വിതറിയിരിക്കുന്ന വർണ്ണക്കൂട്ടുകൾ കാണുമ്പോൾ ഒരു ചിത്രകാരനും രചിക്കുവാൻ സാധ്യമല്ലാത്ത അത്ര മനോഹരമായ ഒരു വർണ്ണക്കൂട്ടാണ് ആകാശങ്ങളിൽ പല സമയങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. മഴവില്ലിൻ്റെ സാന്നിധ്യം, അതുപോലെ ആകാശമേഘങ്ങളുടെ വർണ്ണപ്രപഞ്ചം, ഇതെല്ലാം നാം കാണുമ്പോൾ ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ ആകാശത്തെയും ഭൂമിയെയും ചമച്ചിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്ന വൃക്ഷങ്ങൾ, ഇലകൾ, പൂക്കൾ, കായ്കൾ, ഇതൊക്കെ നാം കാണുമ്പോൾ എത്രയോ മനോഹരമായ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഭൂമിയുടെ മനോഹാരിതയാണ്. നമ്മുടെ കണ്ണിന് ഏറ്റവും നല്ലത് പച്ച നിറം കാണുന്നതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുതന്നെയാണ് നല്ലത്. അതുകൊണ്ടാണ് നാം ഉണർന്നെഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കുമ്പോൾ പച്ചിലകൾ, ഇലകളുടെ സാന്നിധ്യം, വൃക്ഷങ്ങളുടെ സാന്നിധ്യം, ആ പച്ച നിറം എപ്പോഴും കാണത്തക്ക നിലയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നോക്കുക, എല്ലാം മനോഹരങ്ങളാണ്. അത് വൃക്ഷങ്ങളായിരുന്നാലും, ഫലങ്ങളായിരുന്നാലും, പൂക്കളായിരുന്നാലും, കായ്കളായിരുന്നാലും, നദികളായിരുന്നാലും, മലകളായിരുന്നാലും എല്ലാം മനോഹരമായി ദൈവം നിർമ്മിച്ചു. ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കരുതുന്നു, നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയത്. ഇന്ന് രാവിലെ ഇതെല്ലാം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ഒരു ദിവസം കൂടെ ദീർഘമാക്കി തന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് വലിയവനായ ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ മിടുക്കുകൊണ്ടല്ല ഇന്ന് രാവിലെ നാം ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റത്. നാം ആരും അറിയാതെയാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവാനിടയായത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണർന്നെഴുന്നേറ്റതല്ല. ദൈവം നമ്മെ ഉണർത്തിയത് കൊണ്ട് നാം ജീവനോടെ ഇരിക്കുന്നു. അത് മാത്രമാണ് നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കുന്നത്. അല്ലാതെ ആരുടെയും മിടുക്കുകൊണ്ട് ഇന്ന് രാവിലെ നാം ഉണർന്നതല്ല. ദൈവം നമ്മെ ഉണർത്തിയതുകൊണ്ട് മാത്രം. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവനെയും ദൈവം ഇന്ന് രാവിലെ ഉണർത്തിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് കരുതുക. ദൈവം ഉണർത്തിയതുകൊണ്ട് മാത്രം നാം ജീവനോടെ ഇരിക്കുന്നു, നമ്മുടെ ഹൃദയം പിടിക്കുന്നു, നാം എല്ലാ കാര്യങ്ങളും അറിയുന്നു, നാം ജീവിക്കുന്നു. അത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലെ സന്തോഷത്തോടെ ആയിരിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ പ്രഭാതം കാണുവാൻ ഞങ്ങളെ ഉണർത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്ന് ഒരു ദിവസം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ ഉണർത്തിയത് കൊണ്ട് ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ഉണർത്തിയത് കൊണ്ട് ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ ഇടയായി എന്നുള്ളതും ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതെല്ലാം മനോഹരങ്ങളാണ് എന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ പ്രപഞ്ചം തന്നെ എത്രയോ മനോഹരമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഞങ്ങളെ അവിടുന്ന് അത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ പാരമ്യത ഞങ്ങൾ ക്രൂശിന്മേൽ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി ഈ താണലോകത്തിലേക്ക് അയച്ച് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനെ ക്രൂശിന്മേൽ യാഗമാക്കി അർപ്പിച്ച് അവിടുത്തെ പുത്രൻ്റെ വിലയേറിയ രക്തം ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി നൽകി ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഇന്ന് രാവിലെ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ധൈര്യത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.